എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും വിനീതനായ എൻ്റെ നമസ്കാരം. സരിത എസ് നായർ വീണ്ടും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നാൾ മുമ്പ് വരെ സരിത എസ് നായർ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു തരം വെറുപ്പും വിദ്വേഷവുമായിരുന്നു. ചൊറിഞ്ഞു കയറുമായിരുന്നു ഈ പേര് കേൾക്കുമ്പോൾ തന്നെ. എന്നാൽ ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഈ സരിത എസ് നായറിനോട് ഒരു തരം എന്താ പറയുക, അഭിമാനമോ ആരാധനയോ എന്തൊക്കെയോ തോന്നുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു പ്രത്യേക തര ആരാധന തോന്നുകയാണ്. പറയുന്നതിനൊരു മടിയുമില്ല. ഞാൻ തന്നെ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു, ഞാൻ എന്തിനാ സരിത എസ് നായരിനെ വെറുക്കുന്നത്? അവരുടെ സ്വകാര്യ ജീവിതം, ആ സ്വകാര്യ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ അവരാ വ്യക്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അശ്ലീലം എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. എനിക്കറിഞ്ഞുകൂടാ. അത് ശരിയാണെങ്കിലും അത് അവരുടെ സ്വകാര്യ ജീവിതമല്ലേ. താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ചു നേരത്തേക്ക് ആ സ്വകാര്യ ജീവിതം ഒന്ന് മാറ്റിവെച്ചാൽ ഈ സരിത എസ് നായർ എന്ന് പറയുന്നത് അതിബുദ്ധിമതി ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ അല്ലേ. ഒരു വ്യവസായി എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടാൽ അതിബുദ്ധിമതിയല്ലേ. ബുദ്ധിയുടെ കാര്യത്തിലും സാമർഥ്യയുടെ കാര്യത്തിലും അവരുദ്ദേശിക്കുന്നിടത്ത് വഞ്ചി അടുപ്പിക്കാൻ അവർ കാണിക്കുന്ന സാമർഥ്യം നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തഴക്കവും പഴക്കവും, പതിറ്റാണ്ടുകളുടെ തഴക്കവും പഴക്കമുള്ള ബുദ്ധി ഭീമന്മാർ എന്ന് സ്വയം പ്രഖ്യാപിച്ചു നടക്കുന്നവർക്ക് ഇല്ലാതെ പോയെങ്കിൽ പത്മശ്രീ പറ്റിയാൽ ഭാരത് രത്ന ശരിക്കും പറഞ്ഞാൽ ഇവർക്കല്ലേ വിളിച്ചു കൊടുക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ഇൻ്റർനാഷണൽ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ, ചെസ്സ് ഏറ്റവും ബുദ്ധി വേണ്ടുന്ന കളിയാണെന്നല്ലേ പറയുന്നത്. ആ ചെസ്സിൽ ഇൻ്റർനാഷണൽ ഗ്രാൻഡ് മാസ്റ്റർമാർ എങ്ങനെയാണ് ഓരോ കരുക്കൾ നീക്കുന്നത്, അതിനേക്കാൾ വിദഗ്ധമായിട്ടല്ലേ ജീവിതത്തിൽ ഇവർ കരുക്കൾ നീക്കുന്നത്. ആ ടൈമിംഗ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെയൊക്കെ മനസാക്ഷിയെ വഞ്ചിക്കാതെ ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു സ്ത്രീ ഉരുമ്പിട്ടാൽ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, പലതും സംഭവിക്കും. പക്ഷേ ഒരു സർക്കാർ മുട്ടുകുത്തിയിട്ട് ഇവരുടെ പിന്നാലെ നടക്കുന്ന ഗതികേട് കാണുമ്പോൾ, ഈ രാഷ്ട്രീയക്കാരുടെ ഗതികേട് കാണുമ്പോൾ വളരെയധികം ലജ്ജ തോന്നുകയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഒരു മന്ത്രിസഭയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആ ഗതികേട് നോക്കിയ ഒരു സ്ത്രീയുടെ മുമ്പിൽ ജയിലിൽ കിടന്നുകൊണ്ട് എത്രയോ ലക്ഷം രൂപയുടെ കടം അവർ തീർക്കുന്നു. പെട്ടെന്ന് ബന്ധുക്കൾ പൊട്ടി മുളയ്ക്കുന്നു. നമ്മുടെ ഒരു മുൻ മന്ത്രി ഉണ്ടായിരുന്നല്ലോ കുറച്ചുനാൾ ജയിലിൽ കിടന്ന ആൾ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കുറച്ചുനാൾ കിടന്ന നമ്മുടെ ഒരു മുൻ മന്ത്രി, അദ്ദേഹത്തിന് പോലും പരാതിയായിരുന്നു ജയിലുകളിൽ സൗകര്യം കുറവാണ്, അദ്ദേഹത്തിൻ്റെ ജയിൽ മുറിയിലെ സൗകര്യം കുറവാണ് പോലും. സരിതയ്ക്ക് അങ്ങനെയുള്ള ഒരു പരാതിയില്ല. VIP ട്രീറ്റ്മെൻ്റ് അല്ലേ. സാരിക്ക് സാരി, ഡ്രസ്സിന് ഡ്രസ്സ്, ആഹാരം ഇഷ്ടമുള്ളത്, പണത്തിന് പണം. VIP Z കാറ്റഗറി പ്രൊട്ടക്ഷൻ അല്ലായിരുന്നോ ജയിലിനുള്ളിൽ? എന്നിട്ടാ ജയിലിനുള്ളിൽ കിടന്നുകൊണ്ടോ? ഞങ്ങളൊക്കെ 10-15 വർഷമായിട്ട് ഇവിടെ ഗൾഫിൽ കിടക്കുക. സരിത ജയിലിൽ കിടന്ന് വീട്ടിയ കടത്തിൻ്റെ കണക്ക് കേട്ടപ്പോൾ ഞാനൊക്കെ നെഞ്ചത്ത് കൈവച്ചു പോയി. ഞാനൊക്കെ എന്തിനാ ഇങ്ങനെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ജയിലിൽ കിടന്നുണ്ട്. TV യിൽ കണ്ടു, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് അസിസ്റ്റൻറ്റിൻ്റെ വീടിൻ്റെ തൂണിന് 1 ലക്ഷം രൂപയിൽ കൂടുതലായി അത്രേ. ഇത്രയും നാളും ഗൾഫിൽ കിടക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല ഇതേലെ ഒരു 4 തൂണ് ഞങ്ങളുടെ വീട്ടിൽ പണിയാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. സരിത ചെയ്ത തെറ്റെന്താ? അവരുടെ ആ സ്വകാര്യ ജീവിതം ഒന്ന് മാറ്റിവെച്ചാൽ, എൻ്റെ മനസാക്ഷിയോട് ഞാൻ തന്നെ ചോദിച്ച ചോദ്യമാണ്. കള്ളിയല്ലേ സരിത? ആണല്ലോ. സരിത കേരളം കണ്ട ഏറ്റവും വലിയ കള്ളിയാണ്. പക്ഷേ സരിത ആരെയാണ് മോട്ടിച്ചത്? അണ്ടനെയും അറകോടനെയും ഇല്ലാത്തവനെയും ആണോ? അത്താഴ പട്ടിണിക്കാരനെയാണോ സരിത മോട്ടിച്ചത്? ഈ പണം ഉള്ളവൻ
കുറേ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി അത്യാഗ്രഹം മൂത്ത് അവരുടെ കൈ കൊണ്ട് കൊടുത്തു. പിന്നെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഈ വിഭാഗത്തിൻ്റെ അല്ലേ സരിത മോട്ടിച്ചത്? ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന പകൽമാന്യന്മാർ പതിറ്റാണ്ടുകളായി നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ച് അവരുടെ മക്കൾക്കെന്ന് മാത്രമല്ല അടുത്തൊരു 7 തലമുറയ്ക്ക് വിഴുങ്ങിയാലും തീരാത്ത വിധത്തിൽ വാരി കൂട്ടി വെച്ചേക്കുന്ന കൊള്ള സംഘത്തിലെ തലവന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൊള്ളയുടെ ഒരു വീതം അവരടിച്ചു മാറ്റിയിട്ടുണ്ടാവാം. മിടുക്കിയല്ലേ? ഇപ്പോൾ സരിത ഡൽഹിയിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഡൽഹി കൊണ്ടു കൊടുക്കും, കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൊണ്ടു കൊടുക്കും. അവർ ടി വിയിലൂടെ പറയുന്ന തുക കേട്ട് ഞങ്ങളൊക്കെ ഇവിടെ നെഞ്ചത്ത് കൈവച്ചു പോവുക. നിസാര സമയം കൊണ്ട് അവരാഗ്രഹിക്കുന്ന തുക ഓരോരുത്തർ അവരുടെ പുറകെ കൊണ്ടു നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഭരണപക്ഷം പറയുന്നു, പ്രതിപക്ഷം കൊടുക്കുന്നു, പ്രതിപക്ഷം പറയുന്നു, ഭരണപക്ഷം കൊടുക്കുന്നു. ഏത് പക്ഷം കൊടുത്താലും മിടുക്കിയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മളവരെ കള്ളി എന്ന് വിളിക്കുമ്പോൾ, ഞാൻ ഉൾപ്പെടെ നമ്മൾ വെറുക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെറുക്കേണ്ട ആരെയാ? പകൽ മാന്യന്മാരായിട്ട് നടന്ന് രാത്രി കൊള്ളയടിച്ച് ഖജനാവ് കൊള്ളയടിച്ച് കുമിച്ചു കൂട്ടി വെച്ചേക്കുന്ന പണം വിദേശ ബാങ്ക് ഉൾപ്പെടെ വിദേശത്ത് വരെ നിക്ഷേപം നടത്തി നടക്കുന്ന ഖജനാവ് കൊള്ളയടിച്ച കള്ളന്മാരുടെ കള്ളപ്പണം അതല്ലേ അവർ തട്ടിയെടുത്തുകൊണ്ട് പോയത്? സാധാരണക്കാരുടെ ഒന്നും അല്ലല്ലോ. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഖജനാവ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ പണം നികുതി ഇനത്തിൽ അടയ്ക്കുന്ന അല്ലേ നമ്മൾ ഖജനാവ് എന്ന് വിളിക്കുന്നത്. ഒരു നേരത്തെ വകയില്ലാതെ, ഒരു നേരത്തെ അന്നമില്ലാതെ അന്തി ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കണ്ട എന്ന് പറഞ്ഞ് ഉള്ള ഒരു പിടി അരിയും കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി ആ കഞ്ഞി വേവിക്കാൻ 1 രൂപ കൊടുത്ത് മേടിക്കുന്ന തീപ്പെട്ടി ആയാലും ആ അരി ആയാലും കടയിൽ ചെന്ന് വാങ്ങുമ്പോൾ എന്താണ്ട് പകുതി 50% ആ പാവം പിടിച്ച അത്താഴ പട്ടിണിക്കാരൻ അറിയുന്നില്ല കരമടയ്ക്കുന്ന വിവരം. 1 രൂപയുടെ തീപ്പെട്ടി മേടിക്കുമ്പോൾ ഏകദേശം 50 പൈസയോളം ഖജനാവിലേക്ക് നികുതി ഇനത്തിൽ എല്ലാ സാധാരണക്കാരനും ഇന്ത്യയുടെ അടയ്ക്കുക. ഏത് പിച്ചക്കാരനായാലും, ഏത് പുറംപോക്കിൽ കിടക്കുന്നതായാലും, ഏത് കടത്തിണ്ണയിൽ കിടക്കുന്നവനായാലും കടയിൽ ചെന്ന് ഒരു തീപ്പെട്ടി മേടിച്ചാലും, ഉപ്പ് മേടിച്ചാലും, കർപ്പൂരം മേടിച്ചാലും, എന്ത് സാധനം വാങ്ങിയാലും എല്ലാ സാധനം വാങ്ങുമ്പോൾ ഏകദേശം 50% തുക നികുതിയായിട്ട് അടയ്ക്കുക. ആ നികുതി പണം ആ പട്ടിണി പാവങ്ങളുടെ വിയർപ്പ് നക്കി കുടിക്കുന്നതിന് സമമായിട്ടുള്ള വൃത്തികെട്ട പ്രവൃത്തി കാണിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കുമിച്ചു കൂട്ടി വെച്ചേക്കുന്ന പണത്തിൻ്റെ ഒരു വീതം അവർ തട്ടിയെടുത്തുകൊണ്ട് പോയി. അതാണോ ഇവിടുത്തെ പ്രശ്നം? അതാണോ പ്രശ്നം? നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചപ്പോൾ സരിതയുടെ തെറ്റ് തന്നെയാണ്. അതിനേക്കാൾ വലിയ തെറ്റാരാ? ഈ കള്ളന്മാരല്ലേ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് കൊള്ളാവുന്നത്? ഏതിനാ ഗുണമുള്ളത്? 80% വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഏത് പാർട്ടിപ്പെട്ടവരായാലും ശരി, ഈ TV ചാനലുകൾ പോകുന്നുണ്ടല്ലോ ക്യാമറ എടുത്തുകൊണ്ട് സരിതയുടെ പിന്നിൽ. എനിക്ക് അവരോടൊക്കെ ഒരു അഭ്യർത്ഥനയുള്ള, നിങ്ങളുടെ ക്യാമറ കുറച്ച് നാളത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടല്ലോ 80% വരുന്ന ഇന്ത്യയിലെ എല്ലാ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു ബയോഗ്രഫി സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് നാൾ നിങ്ങളൊന്ന് മെനക്കെടണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. 80% വരുന്ന ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും MLA ആയാലും കൊള്ളാം, MP ആയാലും, കേന്ദ്രമന്ത്രി ആയാലും, സംസ്ഥാന മന്ത്രിമാരായാലും, ഇവരുടെയൊക്കെ അച്ഛനമ്മ ആര്, ഇവരെവിടായിരുന്നു പിറന്നു വീണത്, ഇവരുടെ പഴയ ചരിത്രം എന്തോന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരും 2-3 സെൻറ്റിൽ ചെറ്റപ്പെരയിൽ, ഞങ്ങളുടെ നാട്ടിൽ ചെറ്റപ്പെര എന്ന് പറഞ്ഞാൽ ഓലപ്പെരയ്ക്കും ചെറ്റപ്പെര പറയും, ഓലപ്പെരയിൽ പിറന്നു വീണ് 4-5 സഹോദരന്മാരുടെ ഇടയ്ക്കൂന്ന് ഒരാൾ അങ്ങ് MLA ആകുന്നു, MP ആകുന്നു. ഒരു ചെറ്റപ്പെരയിൽ അല്ലെ ഓലപ്പെരയിൽ നിന്ന് ഒരാൾ ജനാധിപത്യ രാജ്യത്ത് MLA, MP മന്ത്രി ആവുന്നതിനകത്ത് ആക്ഷേപമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ആയിക്കഴിഞ്ഞാലോ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പോലെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് 2-3 നിലയുള്ള കെട്ടിടം വെച്ച് ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് ഈ കെട്ടിടം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, നല്ലവനെന്ന് പേര് കേട്ട മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പറയും, എൻ്റെ ഭാര്യ ബാങ്കിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഭാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്
അവളാണ് വീട് നടത്തുന്നത്, ഞാൻ വീട്ടിൽ ഒരു കാര്യവും അന്വേഷിക്കാറില്ല എന്ന് പറയും. ഈ മറുപടി തന്നെയാണ് മിക്കുള്ള MLA മാരും മന്ത്രിമാരും രാഷ്ട്രീയക്കാരും എല്ലാ പാർട്ടിയിലും നൽകാറുള്ളത്. നമുക്കൊക്കെ അറിയാം, ഗൾഫിലായാലും വിദേശത്തായാലും ഒരു സാധാരണക്കാരൻ ഭാര്യയും ഭർത്താവും അഹോരാത്രം പണിഞ്ഞാൽ പോലും ഇവരുടെയൊക്കെ വീടിൻ്റെ ഒരു തൂണോ ഗേറ്റോ പണിയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഒരു ദിവസത്തെ ചിലവെന്താ ഇവരുടെ? ഒരു മന്ത്രിയുടെ ഒരു MLA വരുമാനം സാലറി അല്ലല്ലോ, ഹോണറേറിയം അല്ലേ? അതിൻ്റെ ചിലവെത്ര ഇവർക്ക് ഒരു ദിവസം? ഓരോ മന്ത്രിമാരും MLA മാരും ഒരു ദിവസം 3-4 കതറല്ലേ മാറി മറിച്ച് ഉടുക്കുന്നത്. ഒരു കതറൊന്ന് തേച്ച് കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടത്? അങ്ങനെ ഓരോ ചിലവ് ഇവരുടെ ഒന്ന് കൂട്ടിയേ. ഇവരുടെ വരവും ചിലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും വലിയ വീടും വസ്തുവും വകയും പണവും പണ്ടോ ഒക്കെ സമ്പാദിക്കുമ്പോൾ ഇത് ചോദിക്കേണ്ട ബാധ്യത നമുക്ക് ജനങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കില്ലേ? ഈ സരിതയുടെ പുറകെ നടക്കുന്ന നേരം കണ്ടി ഇവരുടെയും കൂടെ ഒന്ന് അന്വേഷിക്ക്, ഇതും കൂടെ അന്വേഷിക്ക്, തിരക്ക്. എങ്ങനെ ഉണ്ടാക്കി? ഞാൻ ഒരു മന്ത്രിയുടെയോ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല, എല്ലാം കണക്കാണ്. പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ ജനങ്ങൾക്ക് നിവർത്തിയില്ലല്ലോ, തമ്മി തൊമ്മം ഭേദം എന്ന് പറഞ്ഞ് വെച്ച് താങ്ങുകയാണ്. പിന്നെ മഹാത്മാഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കള്ളന്മാരും ദുഷ്ടന്മാരും അതുപോലെ രാജ്യദ്രോഹികളൊക്കെ രാജ്യദ്രോഹികളെ സംശയമൊന്നും വേണ്ട, പക്ഷേ ഈ കള്ളന്മാരെക്കാട്ടിലും വലിയൊരു രാജ്യദ്രോഹി അനീതി അന്യായം അക്രമം കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്ന സമൂഹമാണെന്നാണ്. വ്യക്തിയായാലും സമൂഹമായാലും അന്യായം കണ്ടിട്ടും പ്രതികരിക്കാതെ ഇരിക്കുന്ന ആ സമൂഹം, ആ വ്യക്തി ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കാൻ ആയിട്ടില്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ഫിനാൻഷ്യൽ ഡെഫിഷ്യൻസി വെച്ച് നോക്കിയാൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞു വരെ കടത്തിലാണ്. ഇന്ന് പിറക്കുന്ന കുഞ്ഞും നാളെ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളും കടത്തിലാണ്. അടുത്ത എത്രയോ തലമുറ ഇനി ഇവർ പണയത്തിൽ വെക്കും. ഇനിയെങ്കിലും ഈ കഴുത എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ ജനമുണ്ടല്ലോ, 120 കോടി വരുന്ന ഇന്ത്യയിലെ കഴുതകളാകുന്ന ജനം, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഇന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ, പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ എത്രയോ തലമുറ ഇവർ കൊണ്ട് പണയം വെക്കും. ഇവരുടെയൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊച്ചുമക്കൾക്കൊന്നും കുഴപ്പമില്ല. ഇവരുടെയൊക്കെ മക്കൾ നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്. സമരം ചെയ്യാനോ റോഡിൽ കല്ലെറിയാനോ ഒന്നും ഇവരുടെ മക്കളാരും ഫ്രണ്ടിൽ കാണത്തില്ല. അങ്ങനെ ഒരു നേതാവിൻ്റെ മക്കളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല റോഡിൽ സമരം ചെയ്യാൻ തല്ലു കൊള്ളാനും ചാകാനും പാവം പിടിച്ച സാധാരണക്കാരുടെ മക്കൾ, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മക്കൾ എവിടെയെങ്കിലും സമരത്തിന് പോയി ചത്ത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെട്ടുകൊണ്ട ചരിത്രം കേട്ടിട്ടുണ്ടോ? വെട്ടാൻ പോയ ചരിത്രം കേട്ടിട്ടുണ്ടോ? അവരുടെ ഒന്നും മക്കളൊക്കെ നല്ല സ്കൂളിൽ പഠിക്കുക, നല്ല രീതിയിൽ കൂടെ ജീവിക്കുക. അവരുടെ മക്കൾക്കൊന്നും കുഴപ്പമില്ല. മക്കൾക്ക് കുഴപ്പം പറ്റുന്ന സാധാരണക്കാരൻ്റെയാണ്. ജനാധിപത്യ രാജ്യത്ത് അവനവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണം, പ്രവർത്തിക്കണം, നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ട് രാജ്യത്തെ പിന്തള്ളിയിട്ട് ആകരുത് പാർട്ടിയുടെ പ്രവർത്തനം. അവനവൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം, പക്ഷേ രാജ്യമാണ് ഫസ്റ്റ്. ഒരു രാജ്യസ്നേഹിയാകണം. ഏത് നേതാവായാലും ഏത് പാർട്ടിയായാലും രാജ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന കണ്ടാൽ, ഖജനാവ് കൊള്ളയടിക്കുന്ന കണ്ടാൽ, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടി നേതാവിനെ തിരുത്താനും രാജിവെപ്പിക്കേണ്ടവനെ രാജിവെപ്പിക്കാനുള്ള ആർജവം നമ്മൾ കാണിച്ചേ പറ്റൂ. നമ്മളെ പാർട്ടിയെ സ്നേഹിക്കണം. പാർട്ടിയേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് രാജ്യത്തെയാണ്. അതുകൊണ്ട് വളരെ വിനയപൂർവ്വം ഒരു സാധാരണക്കാരൻ, 120 കോടി രാഷ്ട്രീയക്കാർ കഴുത എന്ന് വിളിക്കുന്ന ജനങ്ങളിൽ ഒരുവനായ ഞാൻ, എന്നെക്കൊണ്ടാകുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞെന്നേ ഉള്ളൂ. ജനങ്ങളായ നിങ്ങൾ ഇനിയെങ്കിലും പ്രതികരിക്കണം. ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഭരിക്കുന്നവരായാലും പിന്നെ ഭരിക്കാൻ വരുന്നവരായാലും അന്യായം കാണുന്നിടത്ത് ജനം പ്രവർത്തിച്ചേ പറ്റൂ, പ്രതികരിച്ചേ പറ്റൂ. ഇനിയും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ദോഷം ചെയ്യും. നമ്മൾ കഷ്ടപ്പെടുന്ന കാശാണ് ഇവർ അടിച്ചുകൊണ്ട് പോകുന്നത് ആരായാലും. അപ്പോൾ സരിതയെ കള്ളി എന്ന് വിളിക്കുമ്പോൾ അവർ കള്ളിയല്ലെന്ന് ഞാൻ പറയുന്നില്ല, കള്ളത്തരം കാണിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ മോശമല്ലേ ഇവർ ഖജനാവ് കൊള്ളയടിക്കുന്ന മന്ത്രിമാർ എന്നൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മാധ്യമങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആരംഭം തൊട്ട് ഇന്നത്തെ അവസ്ഥ വരെയുള്ള കംപ്ലീറ്റ് ബയോഗ്രഫി ഉണ്ടാക്കിയിട്ട് ആ ബയോഗ്രഫി TV കാണിക്കുകയും അങ്ങനെ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ടുള്ള അസറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റിന് വേണ്ടിയുള്ള കേസ് ഫയൽ ചെയ്യാനുള്ള മുൻകൈ എടുത്തിട്ട് ഒരു നീക്കം കൂടെ ഏതെങ്കിലും ലീഡിങ് TV ചാനൽ, ആരുടെയും പേര് വീണ്ടും ഞാൻ പറയുന്നത്, ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത്. ഒരു സാധാരണക്കാരൻ
ഒരു ദിവസം കറണ്ട് ചാർജ് അടയ്ക്കാൻ വിട്ടുപോയാൽ അവൻ ഫൈൻ കൊടുക്കണമല്ലോ. ഒരു സാധാരണക്കാരൻ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്താൽ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് അവൻ ഫൈൻ കൊടുക്കണമല്ലോ. ഒരു സാധാരണക്കാരന് സസ്പെൻഷൻ ഉണ്ടല്ലോ, ട്രാൻസ്ഫർ ഉണ്ടല്ലോ, സ്ഥലമാറ്റം ഉണ്ടല്ലോ. എല്ലാം സാധാരണക്കാരൻ കുരിശ് ചുമ്മണമല്ലോ. ഈ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ ദാസന്മാരാണ് ഈ മന്ത്രിമാരും എം എൽ എമാരും. പ്രതിനിധികൾ 5 വർഷത്തേക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ നേടിത്തരാൻ അവിടെ പോയി ഇരിക്കേണ്ടവർ. ഈ ദാസന്മാരായിട്ടുള്ളവർ യജമാൻ്റെ തലയിൽ കയറി ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇവരെ തലേന്ന് താത്ത ഇറക്കണ്ടേ? ഈ യജമാനാര് ദാസനാര് എന്ന് ജനാധിപത്യത്തെ തിരിച്ചറിയാൻ വയ്യാത്ത ഈ രാഷ്ട്രീയക്കാരെയാണോ നമ്മൾ നമിക്കേണ്ടത്? ഇനിയും നമ്മൾ ജനങ്ങൾ പ്രതികരിച്ചേ പറ്റൂ. മാധ്യമങ്ങൾ അവർ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വെളിയിൽ വരാൻ ഇന്നത്തെ ആധുനികമായിട്ടുള്ള മീഡിയ തന്നെയാണ് അതിന് കാരണം. ആ മീഡിയയോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ദയവ് ചെയ്ത് സരിതയുടെ പുറകെ 2 ക്യാമറ പോകുമ്പോൾ 1 ക്യാമറയെങ്കിലും ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പുറകിലൂടെ വെച്ച് അവരുടെ ഒരു ബയോഗ്രഫി, എല്ലാ വലിയ നേതാവായാലും കൊച്ചു നേതാവായാലും ഇന്നത്തെ ലെജൻഡ് എന്ന് പറയുന്ന വലിയ മഹാനേതാവായാലും ചോട്ടാ നേതാവായാലും കഴിഞ്ഞ മഴയ്ക്ക് മുളച്ച MLA ആയാലും ദയവ് ചെയ്ത് അവരുടെയും കൂടെ ഒരു ബയോഗ്രഫിയുടെ വീഡിയോ ഉണ്ടാക്കി മാധ്യമത്തിലൂടെ കാണിച്ച് അതും കൂടെ ജനങ്ങളെ അറിയിച്ച് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാനുള്ള നടപടിയും കൂടെ സ്വീകരിച്ചെങ്കിൽ ഈ രാജ്യം നേരെയാവത്തുള്ളൂ എന്ന് വളരെ വിനയപൂർവ്വം ഒരു സാധാരണക്കാരനെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.